ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻജിയോസ്പേംസിനെ കുറിച്ചാണ്. നമുക്കറിയാം ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അല്ലെ? പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വോൾഫിയ പോലെയുള്ള സസ്യങ്ങൾ തൊട്ട് വളരെ ടോൾ ആയിട്ടുള്ള യുക്കാലിപ്റ്റസ് വരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു ആൻജിയോസ്പേംസിൽ വരുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വോൾഫിയ തൊട്ട് വളരെ ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ വളരെ ടോൾ ആയിട്ടുള്ള യുക്കാലിപ്റ്റസ് വരെ ഈ ഒരു ആൻജിയോസ്പേംസിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു വോൾഫിയ എന്നുള്ളത് എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ആൻജിയോസ്പേം ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? വോൾഫിയ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ആൻജിയോസ്പേം ആണ് വോൾഫിയ എന്ന് പറയുന്നത്. ഈ വോൾഫിയയിൽ തന്നെ വളരെ ചെറിയ പൂക്കള് പ്രസന്റ് ആണ്. ഓക്കെ, യുക്കാലിപ്റ്റസിന്റെ പ്രത്യേകത നമുക്കറിയാം. വളരെ ഹൈറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആണ് യുക്കാലിപ്റ്റസ് എന്ന് പറയുന്നത്. ഓവർ 100 മീറ്റേഴ്സ് ആണ് ഇതിന്റെ നീളം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വളരെ ഹൈറ്റ് ഉള്ള യുക്കാലിപ്റ്റസ് തൊട്ട് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വോൾഫിയ വരെ നമ്മുടെ ഈ ഒരു ആൻജിയോസ്പേംസിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻജിയോസ്പേംസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻടു ടു. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡൈകോട്ടിലിഡൻസ് ആൻഡ് മോണോകോട്ടിലിഡൻസ്. ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡൈകോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. ഓക്കെ, അപ്പൊ എന്താണ് ഡൈകോട്ടിലിഡൻസ്, എന്താണ് മോണോകോട്ടിലിഡൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഡൈകോട്ടിലിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? 2 കോട്ടിലിഡൻസ് പ്രസന്റ് ആയിരിക്കും അതിന്റെ സീഡിൽ. ഓക്കെ, ഇതിന്റെ സീഡിൽ 2 കോട്ടിലിഡൻസ് പ്രസന്റ് ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇതാ ഈ കാണുന്നതാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, അങ്ങനെ 2 കോട്ടിലിഡൻസ് ഇതിൽ പ്രസന്റ് ആയിരിക്കും. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് കുറച്ചുകൂടി ഈ ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ സൈഡിൽ കാണിച്ചിട്ടുള്ള ഇതൊരു കോട്ടിലിഡൻ ആണ്. ദെൻ ഒരു വൈറ്റ് കളറിൽ മറ്റൊരു കോട്ടിലിഡൻ കൂടി ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ 2 കോട്ടിലിഡൻസ് എന്തിലുണ്ടായിരിക്കും? ഡൈകോട്ട് പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദേ ഷോ റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഇവരുടെ എന്താണ് കാണുന്നത്? റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് കാണുന്നത്. ഇവരുടെ വെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിഡ്രിബ് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഇലയിലായിട്ട് ഒരു മിഡ്രിബ് കാണാൻ സാധിക്കും. ഈ മിഡ്രിബിനോട് ചേർന്ന് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് ഇതിന്റെ വെയിൻസ്. ഈ ഒരു ലീഫിലുള്ള വെയിൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. ഒരു നെറ്റ്വർക്ക് പോലെ ധാരാളം നെറ്റ്വർക്കുകളായിട്ട് ഇങ്ങനെ ഇതിന്റെ വെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആൻജിയോസ്പേംസിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് കാണുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ദെൻ ദേ ആർ ടെട്രാമറസ് ഓർ പെന്റാമറസ്. ഇതിന്റെ ഫ്ലവേഴ്സിന്റെ പ്രത്യേകത ഒന്നെങ്കിൽ ഇത് ടെട്രാമറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതളുകളുടെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള പ്ലാന്റ്സിൽ ഫ്ലവറിൽ വരുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ടെട്രാമറസ് ആയിട്ട് അല്ലെങ്കിൽ 4 ആയിട്ടോ അല്ലെങ്കിൽ 5 പെന്റാമറസ് ആയിട്ടോ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു 5 ആയിട്ട് കാണുന്നതാണ് ഇവിടെ പെന്റാമറസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ടെട്രാമറസ് ആയിട്ടുള്ള കണ്ടീഷനും ഉണ്ടായിരിക്കും, പെന്റാമറസ് ആയിട്ടുള്ള കണ്ടീഷനിലും ഇവരുടെ ഫ്ലവറിന്റെ പാർട്സ് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇനി അടുത്തതായിട്ട് മോണോകോട്ടിലിഡൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. മോണോകോട്ടിലിഡൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമേ കാണൂ. സീഡില് എത്ര കോട്ടിലിഡൻ ഉണ്ടായിരിക്കും? ഒരൊറ്റ കോട്ടിലിഡനെ ഇതിൽ കാണുന്നു. ഓക്കെ, അപ്പൊ അതാണ് മോണോകോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഇവരുടെ ലീഫില് പാരലൽ വെനേഷൻ ആയിരിക്കും കാണുന്നത്. മോണോകോട്ട് പ്ലാന്റ്സില് ലീഫില് ഈ രീതിയിലുള്ള പാരലൽ ആയിട്ട് വെയിൻസ് ഇങ്ങനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തായിരിക്കും കാണുന്നത്. ഇവിടെ ഡയഗ്രത്തിൽ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ വെയിൻസ് എങ്ങനെയാ കാണുന്നത്? പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാരലൽ ലൈൻസ് ആയിട്ട് ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള പാരലൽ വെനേഷൻ ആണ് മോണോകോട്ട് പ്ലാന്റ്സിൽ കാണുന്നത്, അവരുടെ ലീഫിൽ കാണുന്നത്. ഇനി ഇവിടെ ഫ്ലവേഴ്സിന്റെ പ്രത്യേകത നോക്കൂ, ട്രൈമറസ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ ഫ്ലോറൽ പാർട്സ് എന്ന് പറയുന്നത് 3 ആയിട്ടാണ് കാണുന്നത്. ട്രൈമറസ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഇതളുകളാണെങ്കിലും നോക്കൂ 3 അല്ലെ പെറ്റൽസ്, 3 പെറ്റൽസ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ട്രൈമറസ് ആണ്. അതുപോലെ തന്നെ ഓൺലി 1 കോട്ടിലിഡൻ ഈസ് പ്രസന്റ്. ദെൻ പാരലൽ വെനേഷൻ ആണ് മോണോകോട്ടിലിഡൻസിൽ കാണുന്നത്. ആൻജിയോസ്പേംസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാ നോക്കാം. നമുക്കറിയാം, ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്? ഫ്ലവർ ആണ്, അല്ലേ? ദ ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ.
ഫ്ലവർ ഇസ് ദി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. ഈ ഒരു ഫ്ലവറിൽ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. സ്റ്റേമൻ. ഓക്കെ, മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേമൻ ആണ്. ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാമൻ ആണ് മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇതൊന്നുകൂടി എൻലാർജ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കുക. ഇതാണ് നമ്മുടെ സ്റ്റേമന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെ നമുക്ക് ഫിലമെന്റ് എന്ന് പറയാം. ഓക്കെ, താഴെയുള്ള ഈ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് ഫിലമെന്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ മുകളിൽ വരുന്ന ഈ ഒരു പോർഷനെ നമുക്ക് ആന്തർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് പറയാം? ആന്തർ എന്ന് പറയാം. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റാമനിൽ ഉള്ളത്. ഒരിക്കൽ കൂടി പറയാം. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് ആൻഡ് ദ മെയിൽ സെക്സ് ഓർഗൻ ഓഫ് എ ഫ്ലവർ ഈസ് സ്റ്റാമൻ. സ്റ്റാമൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് സ്റ്റേമൻ. ഇതിന് രണ്ട് ഭാഗങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ഫിലമെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്തറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഡയഗ്രത്തിൽ ആന്തറും ഉണ്ട്, ഫിലമെന്റും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിരിക്കും എന്തിനുണ്ടാവുന്നത്? ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് ഉള്ളത്. ഓക്കെ, ഇതിനെ ഒരുമിച്ച്, അതായത് ഈ ഫിലമെന്റും അതുപോലെ ആന്തറിനെയും ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? സ്റ്റാമൻ എന്ന് പറയാം. ഈ സ്റ്റാമൻ കൺസിസ്റ്റ് ഓഫ് എ ഫിലമെന്റ് ആൻഡ് ആൻ ആന്തർ അറ്റ് ദ ടിപ്പ് അല്ലേ? അതായത് ഓരോ സ്റ്റാമൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ഫിലമെന്റും അതിന്റെ ഏറ്റവും ടിപ്പിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് എന്ത് കാണാൻ സാധിക്കും? ഒരു ആന്തറും കാണാൻ സാധിക്കും. Within the anthers, the pollen mother cells divides by meiosis to produce microspores which matures into pollen grains. അതായത് ഈ ഒരു ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയ പ്രസന്റ് ആണ്. ആന്തറിനകത്ത് എന്ത് പ്രസന്റ് ആണ്? മൈക്രോസ്പൊറാഞ്ചിയ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ പ്രസന്റ് ആണ്. ഈ മൈക്രോസ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് പോളൻ മദർ സെൽസ് അഥവാ മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ടാവാം. ഓക്കെ, പോളൻ മദർ സെൽസിനെ നമുക്ക് മൈക്രോസ്പോർ മദർ സെൽസ് എന്നുകൂടി പറയാം. ഒരിക്കൽ കൂടി പറയാം. ഈ ആന്തറിൽ എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയ പ്രസന്റ് ആണ്. ദെൻ ഈ മൈക്രോസ്പൊറാഞ്ചിയയില് പോളൻ മദർ സെൽസ് ഉണ്ട്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയക്കകത്ത് എന്തുണ്ട്? പോളൻ മദർ സെൽസ് ഉണ്ട്, അഥവാ മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്. പോളൻ മദർ സെൽസിനെ നമുക്ക് മൈക്രോസ്പോർ മദർ സെൽ എന്ന് കൂടി പറയാം. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കുന്നു? വിത്തിൻ ദ ആന്തേഴ്സ് ദ പോളൻ മദർ സെൽസ് ഓർ മൈക്രോസ്പോർ മദർ സെൽസ് ദേ ഡിവൈഡ് ബൈ മിയോസിസ്. ഇവ മിയോസിസ് വഴി എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വിച്ച് മച്ചേഴ്സ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഈ മൈക്രോസ്പോർസ് മെച്ചുർ ആയിട്ട് എന്തായി മാറും? പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഇതിനെ, ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് സ്റ്റാമൻ എന്ന് പറയാം. മെയിൽ സെക്സ് ഓർഗൻ ആണ് സ്റ്റാമൻ. അതിന് ഫിലമെന്റ് എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്, ആന്തർ എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. ദ ആന്തർ കണ്ടെയ്ൻ മൈക്രോസ്പൊറാഞ്ചിയ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോസ്പൊറാഞ്ചിയ. ഓക്കെ, ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തായിട്ട് എന്ത് കാണാൻ സാധിക്കുന്നു? പോളൻ മദർ സെൽസ് കാണാൻ സാധിക്കുന്നു. ഇതിനകത്ത് ധാരാളം പോളൻ മദർ സെൽസ് അഥവാ മൈക്രോസ്പോർ മദർ സെൽസ് കാണാൻ സാധിക്കുന്നു. ഈ പോളൻ മദർ സെൽസിന് അഥവാ മൈക്രോസ്പോർ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും. എന്നിട്ട് ധാരാളം മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് വിച്ച് മച്ചൂർസ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഇത് മെച്ചുർ ആയിട്ട് എന്താവുന്നു? പോളൻ ഗ്രെയിൻസ് ആവുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഫീമെയിൽ സെക്സ് ഓർഗനെ കുറിച്ച് നോക്കാം. അപ്പൊ ഒരു പ്ലാന്റിന്റെ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ പോർഷൻ, ഇതിനെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? ഇതിനെ ഒരുമിച്ച് നമുക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയാം അല്ലെ? ഒരു ഫ്ലവറിന്റെ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതിനെ ഒന്നുകൂടി എൻലാർജ് ചെയ്തിട്ട് താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് പിസ്റ്റിൽ. ഇതിനെ എന്ത് പറയാം? ഫീമെയിൽ സെക്സ് ഓർഗൻ പിസ്റ്റിൽ. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റാമൻ എന്ന് പറഞ്ഞു. കണ്ടെയ്ൻ ഫിലമെന്റ് ആൻഡ് ആന്തർ അല്ലെ? ഫീമെയിൽ സെക്സ് ഓർഗൻ അതിനെ നമുക്ക് എന്ത് പറയാം? പിസ്റ്റിൽ എന്ന് പറയാം. കൺസിസ്റ്റ് ഓഫ് സ്വെള്ളൻ ഓവറി. 3 ഭാഗങ്ങളായി പിസ്റ്റിലിന് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒരു സ്വെള്ളൻ, കുറച്ച് വീർത്തിരിക്കുന്ന ഒരു ഓവറി ഉണ്ട് അല്ലെ? ഈ ഒരു പോർഷൻ ആണ് ഓവറി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് എന്ത്? ഓവറി എന്ന് പറയുന്നത്. ഇങ്ങനെ വീർത്തിരിക്കുന്ന ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് പറയാം? ഓവറി എന്ന് പറയാം. ഓക്കെ, മറ്റൊരു ഭാഗമാണ് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ സ്റ്റിഗ്മ, ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്, സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു പിസ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോ ഇതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് പിസ്റ്റിൽ. പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് സ്വെള്ളൻ ഓവറി, ദെൻ സ്റ്റൈൽ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്ന പോർഷനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്, സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ സ്റ്റിഗ്മയിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് അല്ലെ, മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു സ്റ്റിഗ്മയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ പിസ്റ്റിലാണ്. പിസ്റ്റിലിന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ, ഓവറി ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്. ഈ ഓവറിക്കകത്താണ് എന്ത് കാണുന്നത്, ഒവ്യൂൾസ് കാണുന്നത്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഈ കാണിച്ചിട്ടുള്ളതാണ് ഒവ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ഓവറിക്കകത്തായിട്ട് എന്ത് കാണാം, ഒവ്യൂൾസ് കാണാൻ സാധിക്കുന്നു. ഓവറിയുടെ ഉള്ളിലായിട്ട് ഒവ്യൂൾസ് പ്രസന്റ് ആണ്. ഇനി ഇതില് ഒരു ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു ഒറ്റ ഒവ്യൂൾ നമുക്ക് എടുത്തു നോക്കാം. ഈ ഒരു ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ മെഗാസ്പോർ മദർ സെൽ. അതിനെന്തുണ്ട്, ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഓക്കെ, ഒരു ഒവ്യൂള് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് എന്ത് കാണാൻ സാധിക്കും, മെഗാസ്പോർ മദർ സെല്ല് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു മെഗാസ്പോർ മദർ സെല്ല് കാണാൻ സാധിക്കും. An ovule has a മെഗാസ്പോർ മദർ സെൽ, ഒരു മെഗാസ്പോർ മദർ സെല്ല് ഈ ഒവ്യൂളിനകത്ത്. ഈച്ച് ഒവ്യൂൾ കണ്ടെയ്ൻ സിംഗിൾ മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, ഓരോ ഒവ്യൂളും എടുത്താൽ അതിൽ ഓരോ മെഗാസ്പോർ മദർ സെൽ ആയിരിക്കും ഉണ്ടാവുക. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും, അഥവാ മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. ഓക്കെ, 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ഓവറി എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്കറിയാം. ഈ സ്വെള്ളനായിട്ട് കാണുന്ന ഈ ഒരു പോർഷൻ ആണ് എന്ത്, ഓവറി എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, ഒവ്യൂൾസ് പ്രസന്റ് ആണ്. ഇത് നോക്കൂ, ഈ കാണിച്ചിട്ടുള്ള ഇത് എന്താണ്, ഒവ്യൂൾസ് ആണ് അല്ലെ. ഇതിൽ ഓരോ ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു മെഗാസ്പോർ മദർ സെല്ല് കാണാൻ സാധിക്കും. ഈ ഒരു മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്ന് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. ഓക്കെ, among them three of them degenerate. ഇതില് ഈ 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്തതില് എന്ത് ചെയ്യുന്നു, 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് ഇല്ലാണ്ടാവും. ഓക്കെ, 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവും. ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നിലനിൽക്കും. ഓക്കെ, ഒരെണ്ണം മാത്രം എന്തായിട്ട് നിലനിൽക്കും, ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നിലനിൽക്കും. അത് എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി പറയാം. അതായത് ഓവറി ഉണ്ട്, ഓവറിക്ക് അകത്തായിട്ട് ധാരാളം ഓവ്യൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഓവ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും, മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കും. എന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്യും. ഇതില് 3 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഒരെണ്ണം മാത്രം നിലനിൽക്കും. ഓക്കെ, അതിനെ നമുക്ക് ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയാം. ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ട് മാറും, അത് എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. ഓക്കെ, 3 മെഗാസ്പോർസ് എന്ത് ചെയ്യുന്നു, 3 ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്യുന്നു. ഒരെണ്ണം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നിലനിൽക്കുന്നു, അത് എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ബാക്കി നമുക്ക് ഈ ഒരു എംബ്രിയോ സാക്ക്, ഇതാണ് മച്ചുർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, മച്ചുർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എംബ്രിയോ സാക്ക് ഇവിടെ ഫോം ചെയ്തു. എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതായത് ഒവ്യൂളിനകത്ത് ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുന്നു. അതിന് മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടാവുന്നു. 3 മെഗാസ്പോർസ് അതിൽ നിന്ന് ഡീജനറേറ്റ് ചെയ്യുന്നു. ഒരെണ്ണം ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നിലനിൽക്കും. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്, എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഒരു മെച്ചർ എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഒരു മെച്ചർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻ എഗ് അപ്പാരറ്റസ്. ഇതില് എഗ് അപ്പാരറ്റസ് ഉണ്ട്. ഇതിനെ ഒരുമിച്ച് നമുക്ക് എഗ് അപ്പാരറ്റസ് എന്ന് പറയാം. എഗ് അപ്പാരറ്റസ് കണ്ടെയ്ൻ 1 egg cell.
അല്ലെ? ഒരു എഗ് സെൽ ഉണ്ടായിരിക്കും. എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ ഒരു എഗ് സെൽ ഉണ്ടായിരിക്കും, 2 സൈനർജിഡ്സും ഉണ്ടായിരിക്കും. ഡയഗ്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സൈനർജിഡ് ആണ്, ദെൻ ഇതൊരു സൈനർജിഡ് ആണ്. ഓക്കെ, അങ്ങനെ 2 സൈനർജിഡ്സും ഒരു എഗ് സെല്ലും ചേർന്നതാണ് എന്ത്? നമ്മുടെ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എംബ്രിയോ സാക്ക്, മെച്ചുർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതില് എഗ് അപ്പാരറ്റസും ഉണ്ടായിരിക്കും, ദെൻ 3 ആന്റിപോഡൽ സെൽസ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ. 3 ആന്റിപോഡൽ സെൽസ് ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ. അപ്പോ എംബ്രിയോ സാക്കിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ എന്ന് ഒരിക്കൽ കൂടി പറയാം. എംബ്രിയോ സാക്ക് കണ്ടെയ്ൻ 3 സെൽഡ് എഗ് അപ്പാരറ്റസ്, അല്ലെ? 3 സെൽഡ് ആണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. 3 സെൽസ് ഉണ്ടായിരിക്കും. ഒന്ന് എഗ് സെൽ ആണ്, 2 സിനർജിഡ്സും ഉണ്ടായിരിക്കും. എഗ് അപ്പാരറ്റസ് ഇറ്റ് കണ്ടെയ്ൻ 1 egg cell and 2 synergids. അങ്ങനെ ടോട്ടൽ 3 സെൽഡ് എഗ് അപ്പാരറ്റസ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ 3 ആന്റിപോഡൽ സെൽസ് ഉണ്ടായിരിക്കും. ആന്റിപോഡൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്, താഴെ കാണിച്ചിട്ടുള്ളതാണ് ആന്റിപോഡൽ സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് 3 ആന്റിപോഡൽ സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മെച്ചുർ ആയിട്ടുള്ള എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതിൽ 3 ആന്റിപോഡൽ സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് 2 പോളാർ ന്യൂക്ലിയൈ, 2 പോളാർ ന്യൂക്ലിയൈ ഉണ്ടായിരിക്കും. ഇതിന്റെ സെന്ററിലായിട്ട് നോക്കൂ, ഇവിടെ 2 പോളാർ ന്യൂക്ലിയൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഒരു എംബ്രിയോ സാക്ക്, മെച്ചുർ ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതില് എഗ് അപ്പാരറ്റസ് ഉണ്ടായിരിക്കും. 3 സെൽഡ്, 3 സെല്ലുള്ള എഗ് അപ്പാരറ്റസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാ 3 സെല്ലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്? അതില് ഒരു എഗ് സെൽ ഉണ്ടായിരിക്കും, ദെൻ 2 സൈനർജിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ 3 സെൽഡ് എഗ് അപ്പാരറ്റസ് ഉണ്ടായിരിക്കും. ദെൻ താഴേക്കായിട്ട് നോക്കൂ, 3 ആന്റിപോഡൽസ് ഉണ്ടായിരിക്കും. ദെൻ ഏറ്റവും സെൻട്രലായിട്ട് 2 പോളാർ ന്യൂക്ലിയൈ പ്രസന്റ് ആയിരിക്കും. The polar nuclei eventually fuses to produce a secondary nucleus. പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യും. അത് 2n കണ്ടീഷനിലായിരിക്കും. Okay, I repeat, the polar nuclei eventually fuses to produce a secondary nucleus. Polar nuclei fuse ചെയ്തിട്ട് secondary nucleus ഫോം ചെയ്യും. അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും, അഥവാ 2n കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഒരു ഫ്ലവർ ആണ്, അല്ലെ? ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ഇതാണ് എന്ത്? നമ്മുടെ സ്റ്റാമൻ എന്ന് പറയുന്നത്. സ്റ്റാമന് ഫിലമെന്റും ഉണ്ട്, ആന്തറും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ദെൻ ഇതാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ. ഓക്കെ, പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ അതിൽ ഓവറി ഉണ്ട്, ദെൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്, സ്റ്റിഗ്മയും പ്രസന്റ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള 3 ഭാഗങ്ങൾ ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഒരു ഫ്ലവറിൽ ഉണ്ടായിരിക്കും, അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ആന്തറിനകത്ത് എന്തുണ്ട് നമുക്കറിയാം? മൈക്രോസ്പൊറാഞ്ചിയം പ്രസന്റ് ആണ് നമുക്കറിയാം. ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. അതാണ് ഈ എടുത്ത് കാണിച്ചിട്ടുള്ളത്, ഒന്നുകൂടി എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തില് ധാരാളം മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മൈക്രോസ്പോർ മദർ സെൽസിന് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്, അതിനകത്ത് ധാരാളം മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്. ഇതിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഓക്കെ, മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ധാരാളം മൈക്രോസ്പോർസ് ഇവിടെ ഫോം ചെയ്യും. ദെൻ അത് എന്തായിട്ട് മാറുന്നു? ഇവ മെച്ചുർ ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇനി ഇതേ സമയം ഫീമെയിൽ സെക്സ് ഓർഗന്റെ കാര്യം ഒന്ന് നോക്കാം. ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ്? പിസ്റ്റിലാണ്, അല്ലെ? ഇറ്റ് കണ്ടെയ്ൻ ഓവറി, അതുപോലെ സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഈ ഓവറിക്കകത്ത് എന്തുണ്ട് നമുക്കറിയാം? ഒവ്യൂള് പ്രസന്റ് ആണ് നമുക്കറിയാം, അല്ലെ? ഒവ്യൂള് പ്രസന്റ് ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും. ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള 3 എണ്ണം എന്തായിട്ടുണ്ടാവും? ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് നിലനിൽക്കൂ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ മദർ സെല്ലാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്താണ് എന്തുള്ളത്? എഗ് ഉള്ളത് എന്ന് നമുക്കറിയാം, അല്ലെ? എഗ് ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പോളിനേഷൻ നടക്കുന്നു. പോളിനേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളൻ ഗ്രെയിൻസ് ഡിസ്പേഴ്സ് ഫ്രം ദ ആന്തേഴ്സ് അല്ലെ. ഈ ആന്തറിനകത്ത് നിന്നും പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വന്ന് ദേ ആർ ക്യാരിഡ് ബൈ വിൻഡ് അല്ലെ. വിൻഡിന്റെയോ മറ്റ് ഏജൻസികളുടെയോ ഒക്കെ സഹായത്താൽ അത് എവിടെ എത്തുന്നു? സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്നു. ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Pollen grains are dispersed from the anthers and carried by wind or other agencies അല്ലെ. വിൻഡ് മാത്രമല്ല, വാട്ടറിന്റെ സഹായത്താലും ഇൻസെക്റ്റുകളുടെ സഹായത്താലും മറ്റ് ആനിമൽസിന്റെ സഹായത്താലും ഒക്കെ പോളിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ പോളൻ ഗ്രെയിൻസ് ആന്തറിനകത്ത് നിന്നും പുറത്തേക്ക് വന്ന് സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോളിനേഷന് വേണ്ടി സഹായിക്കുന്ന പല ഏജൻസും ഉണ്ട്. അതിന് നമ്മൾ പോളിനേറ്റേഴ്സ് എന്ന് പറയും. അത് വിൻഡ് ആവാം അല്ലെ, വാട്ടർ ആവാം, ഇൻസെക്റ്റുകളാവാം, പല ആനിമൽസ് ആവാം. ഓക്കെ, അപ്പോൾ പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോളിനേഷന് വേണ്ടി സഹായിക്കുന്ന ഏജൻസീസ് ആണ് പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. The pollen grains germinate on the stigma and the resulting pollen tubes grow through the tissues of the stigma and style and reach the ovule. അതായത് പോളൻ ഗ്രെയിൻസ് എവിടെ എത്തും? പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിക്കും. അതിനെ പോളിനേഷൻ എന്ന് പറയുന്നു. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് പതിച്ചു കഴിഞ്ഞാൽ അല്ലേ, മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ അല്ലെ, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റിഗ്മയിൽ പതിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പോളൻ ട്യൂബ്സ്, പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ്സ് ഫോം ചെയ്യും. The pollen tubes grow through the tissues of the stigma and style and reach the ovule. അതായത് ഈ പോളൻ ട്യൂബ്സ് ഇതിന്റെ മേലെ വന്ന് പതിക്കുന്നു, പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കുന്നു. ഈ പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്ത് അത് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ എൻ്റർ ചെയ്ത് നേരെ എവിടെ എത്തും? ഓവറിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഒബ്യൂളിലേക്ക് എത്തും. ഓക്കെ, എന്നിട്ട് അവിടെ മെയിൽ ഗാമിറ്റോഫൈറ്റും ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഫ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോ ഇവരുടെ കേസിൽ, ആൻജിയോസ്പേംസിന്റെ കേസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഇത് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. The pollen tubes enters the embryo sac where two male gametes are discharged. അതായത് ഈ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ പതിച്ചു കഴിഞ്ഞാൽ, സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ പതിച്ചു അല്ലേ, സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ ഇവിടെ എത്തി. ദെൻ ഈ പോളൻ ഗ്രെയിനിൽ പോളൻ ട്യൂബ്സ് ഫോം ചെയ്തു. പോളൻ ട്യൂബ്സിന്റെ സഹായത്താൽ ഈ ഒരു പോളൻ ഗ്രെയിൻ സ്റ്റൈലിലൂടെ എങ്ങോട്ടെത്തി? ഓവറിയുടെ അകത്തേക്ക് എത്തി. The pollen tubes enter the embryo sac. എന്നിട്ട് എംബ്രിയോ സാക്കിൽ അതിന്റെ ഒവ്യൂളിനകത്തെത്തി അതിലെ എംബ്രിയോ സാക്കിൽ എത്തും. ഓക്കെ, the pollen tubes enters the embryo sac where two male gametes are discharged. അവിടെ വെച്ചിട്ട് ഒരു പോളൻ ഗ്രെയിനകത്ത് രണ്ട് മെയിൽ ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈച്ച് പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻ two male gametes. ഏതൊരു പോളൻ ഗ്രെയിൻ എടുത്താലും ഇതില് ആൻജിയോസ്പേംസിൽ ഏത് പോളൻ ഗ്രെയിൻ എടുത്താലും അതിൽ രണ്ട് ഗാമിറ്റോഫൈറ്റ്സുകൾ മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ആൻജിയോസ്പേംസിന്റെ കേസിൽ ഒരു പോളൻ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോളൻ ഗ്രെയിനകത്ത് തന്നെ രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് മെയിൽ ഗാമീറ്റ്സും എവിടെ ഡിസ്ചാർജ് ചെയ്യും? എവിടെ റിലീസ് ചെയ്യും? ഇതിനകത്ത് എംബ്രിയോ സാക്കിൽ റിലീസ് ചെയ്യും. ഓക്കെ, വൺ മെയിൽ ഗാമീറ്റ്, ഇതിലെ ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. അതായത് പോളൻ ഗ്രെയിൻസിനകത്ത് രണ്ട് മെയിൽ ഗാമീറ്റ് ഉണ്ടാവും. പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ പതിക്കുന്നതിന് പോളിനേഷൻ എന്ന് പറയുന്നു. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ട്യൂബ് ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ രണ്ട് മെയിൽ ഗാമീറ്റുകളും ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് സ്റ്റൈലിലൂടെ പാസ് ചെയ്ത് ഓവറിയുടെ അകത്തെത്തി എംബ്രിയോ സാക്കിനകത്തെത്തും. ഓക്കെ, എന്നിട്ട് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് ഈ രണ്ട് മെയിൽ ഗാമീറ്റിനെയും റിലീസ് ചെയ്യും. ഇതിലെ ഒരു മെയിൽ ഗാമീറ്റ് ഇതിനകത്തുള്ള എഗ്ഗുമായിട്ട് കൂടിച്ചേരും, ഫ്യൂസ് ചെയ്യും. ഓക്കെ, അഥവാ എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഇതിനെ നമുക്ക് സിംഗമി എന്ന് പറയാം. ഇനി ഒരു മെയിൽ ഗാമീറ്റ് കൂടി ഇല്ലേ, അതെന്ത് ചെയ്യുന്നു? അതർ മെയിൽ ഗാമീറ്റ് ഫ്യൂസസ് വിത്ത് ദ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഇത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് കൂടി ചേർന്നിട്ട് PEN ഫോം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സൈഗോട്ട് ഫോം ചെയ്തത് ഇവിടെ കാണാം. ദെൻ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? PEN ഇവിടെ ഫോം ചെയ്യും.
ഓക്കെ, അപ്പോൾ 2 മെയിൽ ഗ്യാമേറ്റ് ഉണ്ട്. ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ ZN കണ്ടീഷനിലുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദെൻ മറ്റ് ഒരു മെയിൽ ഗ്യാമേറ്റ് കൂടി ഉണ്ട് അല്ലെ. ആ മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഡിപ്ലോയിഡ് ആണ് സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. അപ്പോൾ അവിടെ തന്നെ 2 വന്നു അല്ലെ, 2N വന്നു. ഇനി ഒരു മെയിൽ ഗ്യാമേറ്റ് കൂടി ചേർന്നു അതിലേക്ക്, അപ്പൊ 3N വരില്ലേ? ഓക്കെ, അങ്ങനെ 3N കണ്ടീഷനിലുള്ള PEN ഇവിടെ ഫോം ചെയ്തു. PN എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 ഫെർട്ടിലൈസേഷൻ 2 തവണ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ട്. മറ്റൊരു മെയിൽ ഗ്യാമേറ്റ് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് കൂടി ചേർന്നിട്ട് PEN അഥവാ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് 2 ഫ്യൂഷൻസ് ദിസ് ഇവന്റ് ഈസ് കോൾഡ് ആസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേംസിന്റെ കേസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എൻ ഇവന്റ് യുണീക് ടു ആൻജിയോസ്പേംസ്. ഓർത്ത് വെക്കുക കേട്ടോ, ആൻജിയോസ്പേംസിൽ കാണുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, the zygote it develops into an embryo. സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? ഒരു എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ട് develops into embryo with 1 or 2 cotyledons. Then PEN it develops into endosperm which provides nourishment to the developing embryo. PEN അല്ലേ, 3N കണ്ടീഷനിലുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. ഇത് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഈ എൻഡോസ്പേമ വളർന്നുകൊണ്ടിരിക്കുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് എൻഡോസ്പേം ആയിട്ട് മാറുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താ? വിച്ച് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ക്ലിയർ അല്ലേ? Then synergids and antipodals degenerate after fertilization. ഓക്കെ, സിനർജിഡ്സും അതുപോലെ തന്നെ 3 ആന്റിപോഡൽസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതും എന്താവുന്നു? ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സിനർജിഡ്സും 2 സിനർജിഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, അത് രണ്ടും ഡീജനറേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ആന്റിപോഡൽസ് 3 ആന്റിപോഡൽസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അതും ഡീജനറേറ്റ് ചെയ്ത് ഇല്ലാതാവും. ഓക്കെ, ഡ്യൂറിംഗ് ദീസ് ഇവന്റ്സ് the ovules develop into seeds and the ovaries develop into fruit. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. ആൻജിയോസ്പേംസിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദീസ് ഇവന്റ്, അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു, ഇതില് ഓവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡ് ആയിട്ട് മാറും. ഓവറീസ് ഫ്രൂട്ട് ആയിട്ട് മാറും. ഓക്കെ, the seeds are enclosed by fruits. അതായത് സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട് പ്രസന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഡ്യൂറിംഗ് ദീസ് ഇവന്റ് ഒവ്യൂൾസ് എന്തായിട്ട് മാറുന്നു? സീഡായിട്ട് മാറുന്നു. ഓവറി ഫ്രൂട്ടായിട്ടും മാറും. സീഡിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രൂട്ട് കാണപ്പെടും. ഓക്കെ, ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്